ഇടതുപക്ഷം ജനകീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു നിലപാടുണ്ട് ചരിത്രപരമായി. പ്രതിപക്ഷത്തായിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭണമാണ്. ഭരണപക്ഷത്തായാലും പ്രക്ഷോഭണം നടത്തും. സമരവും ഭരണവും നിയമം പറഞ്ഞതിനാണ്. അതൊക്കെ എല്ലാവരും മറന്നുപോയത്. അന്ന് ആക്ഷേപിച്ചു. എന്ന് വെച്ചാൽ ഭരണം കൊണ്ട് മാത്രം ജനകീയ പ്രശ്നം തീരത്തില്ലെന്നാണ്. അത് മാർക്സിസമാണ്. അത് പഠിച്ചവർക്ക് അറിയത്തുള്ളൂ. അത് പഠിച്ചവർക്കറിയാം. മാർക്സിസം പഠിക്കാതെ മാർക്സിസ്റ്റാണ് ഇവിടെ എന്തായാലും ഞാൻ വായിച്ചു പഠിക്കണം. അത് പറയാൻ എം ഡി വാസുദേവനായിരുന്നു വരേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇല്ലെങ്കിലും ഇതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം വരേണ്ട കാര്യം. അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇളക്കം. എന്നോടൊരു പത്രലേഖനം വിളിച്ചു, എന്തെങ്കിലും പറയാനോ? ഞാൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്നാ ഇതിനെപ്പറ്റി പറയുന്നത്? ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, മിണ്ടിയില്ലല്ലോ. അദ്ദേഹത്തിന് തോന്നി പറഞ്ഞു തരും. ഉടനെ കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് അന്നേരമാണ് ഉൾപ്പെടി ഓരോരുത്തരൊക്കെ പറഞ്ഞു തുടങ്ങാണ്. ഇതുവരെ എന്താ പറയുന്നത്? അത് തന്നെ കീരിത്വമാണ്. എം ഡി വാസുദേവനാർ പറയുന്നിടം വരെ പറയാനുണ്ടായിരുന്നെങ്കിൽ പറയണമെന്നല്ല ഞാൻ പറയുന്നത്. പത്രലേഖകന്മാരെ ഞാൻ പറയുന്നത് എഴുതാവില്ല, അർത്ഥം മനസ്സിലാക്കി എഴുതണം. പറയണമെന്നല്ല, ഇപ്പം പറയാനുണ്ടായത് എന്താ നേരത്തെ പറയാനേ. അതും വെറുതെ ഷോയാണ്, ആത്മാർത്ഥത ഇല്ലാത്തതാണ്. എത്ര വലിയ ആൾ പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങളും പറയുന്നു. പക്ഷെ അത് ഏറ്റു പറയാത്ത ഒരാളുണ്ട്, ടി പത്മനാഭൻ. അദ്ദേഹം സാധാരണ പറയുന്നതാണ്. ഇത് അദ്ദേഹം ഒന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ വലിയ വിപ്ലവമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം പറഞ്ഞ നല്ല കാര്യം. അദ്ദേഹം പറഞ്ഞില്ല. അത് ഒരാളെ പറ്റിയാണോ എല്ലാവരെ പറ്റിയാണോ ഒന്ന് പല അഭിപ്രായം. ഇടതുപക്ഷക്കാരിലും പല അഭിപ്രായം, മന്ത്രിമാരുടെ പല അഭിപ്രായം ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് പറയുക. അതൊന്നും പറയേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും പറയേണ്ട കാര്യം ഗവൺമെന്റിനോടല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഗവൺമെന്റിനോട് പരിശോധിക്കാനൊന്നും പറഞ്ഞു. അദ്ദേഹം ജനങ്ങളോടാണ് പറഞ്ഞത്. അത് അദ്ദേഹം പണ്ടും പറഞ്ഞതാണ്. അപ്പൊ ഇതൊക്കെ വളരെ ഒരു ബൗദ്ധിക എളിമയോടും പ്രായോഗിക ബോധത്തോടും അല്ലാതെ എന്തോ കേരളത്തിലൊരു ആറ്റം ബോംബ് വീണു എന്ന മട്ടിൽ ചർച്ച ചെയ്യുന്നതിന് ശരിയാണോ? നമ്മുടെ അപക്വതയല്ലേ, പക്വതയില്ലായ്മയല്ലേ? പാർട്ടിയുടെ അകത്ത് പ്രവർത്തിക്കുമ്പോൾ 60 വർഷമായിട്ട് പ്രവർത്തിക്കുകയല്ലേ. 60 വർഷമായിട്ട് ഞാനിത് പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ അച്ചടക്കലങ്ങനെ അല്ലല്ലോ, എനിക്കറിയാമല്ലോ. പാർട്ടിയുടെ നയമാണ് പറയുന്നത്. ഇതാണ് പാർട്ടിയുടെ നയം. പാർട്ടിയുടെ നയം അതാണ് ഭരണവും സമരവും നിയമസ് പറഞ്ഞത്. അതൊരു കാലത്തും കാലാഹരണപ്പെടുത്തില്ല. നിങ്ങളിപ്പോൾ സമരം ചെയ്യുന്ന എന്താ? ഭരണകക്ഷിക്കാർ ഒരുപാട് മാനേജർമാർ എനിക്കറിയാമല്ലോ, എടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ഗവൺമെന്റിനെതിരായിട്ടല്ല സമരം ചെയ്യുന്നത്, ഒരു വ്യവസ്ഥക്കെതിരായിട്ടാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ചില തെറ്റുകൾക്കെതിരെ നിങ്ങൾ സമരം ചെയ്യുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തില്ല, അതെല്ലാം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഉന്നയിക്കുന്ന ചില കാര്യം തെറ്റല്ലാത്ത കാര്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് തെറ്റാണെന്ന് തോന്നുന്നു. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ സമരം ചെയ്യുന്നു. ഒരു സംഘടന വെറുതെ കുത്തി ചെയ്താൽ മതി. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യല്ലേ, അത് അംഗങ്ങൾക്ക് വേണ്ടി. അപ്പോൾ സമരവും ഭരണവുമാണ്. അതൊരു മാർക്സിസ്റ്റ് ഡയലക്ടിക്സ് ആണെന്ന് അധികം പേർക്ക് അറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി ഡെമോക്രസി ഒരു ആബ്സല്യൂട്ട് എയിമല്ല. ആബ്സല്യൂട്ട് അല്ല, ആബ്സല്യൂട്ട് സോഷ്യലിസം മാത്രമാണ്. അസമത്വം ഇല്ലാതായി, ചൂഷണമില്ലാതെ എല്ലാവരും ഒരുപോലെ വരുന്ന ഒരു കാലം, മാവേലും നാടുവാണിടും കാലം, മനുഷ്യരുടെ അതാണ് സോഷ്യലിസം. അതുകൊണ്ട് കംബോഡിയയിൽ എന്തെങ്കിലും കാണിച്ചു, റഷ്യ കാണിച്ചു, അതൊക്കെ സോഷ്യലിസത്തിന് എതിരായിട്ട് കാണിച്ചോണ്ടാണ് നശിച്ചു പോയത്. അതല്ല സോഷ്യലിസം. സോഷ്യലിസത്തിന് എതിരായിട്ട് അവർ കാണിച്ചു. സോഷ്യലിസം എന്ന് പറഞ്ഞുകൊണ്ട് എതിരായിട്ട് കാണിച്ചപ്പോൾ ജനങ്ങൾ തലക്കുക. അതാണ് അവിടെ ഉണ്ടായത്. അല്ലാതെ സോഷ്യലിസം കൊണ്ടല്ല തകർന്നത്. സോഷ്യലിസം കൊണ്ട് തകരത്തില്ല. ഇന്ത്യയിൽ യഥാർത്ഥ സോഷ്യലിസം വരാൻ ഒരുപാട് കാലമൊക്കെയാണ്. ഭരണഘടനയിൽ ജനാധിപത്യം, മതേതരം, സോഷ്യലിസം എല്ലാം ഉണ്ടെങ്കിൽ പോലും സോഷ്യലിസം വരാൻ ഇനിയും കാലം എടുക്കും. പക്ഷേ മുതലാളിത്തത്തിന് സോഷ്യലിസത്തിന് ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിൽ സാമാന്യ ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസം തരുന്നതാണ് ഈ പാർലമെന്റ് ഡെമോക്രസി. ഇന്ന് അതാണ് ആശ്വാസം തരുന്നത്. അതാണ് നമ്മളത് വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ മത്സരിക്കുന്നത് MLA-മാരും പഞ്ചായത്തുകാരും നഗരസഭക്കാരും മന്ത്രിമാരും എംപിമാരും ആവുന്നത് അതൊരു നല്ല കാര്യമാണിപ്പോൾ. ഇതല്ലാതെ വേറെ വഴിയില്ല. ഒന്നുമില്ലാത്തതിനേക്കാൾ വളരെ മെച്ചം ഇതാണ്. ഇത് നമുക്ക് പരിഷ്കരിച്ചുകൊണ്ടിരിക്കുക. അത് സോഷ്യലിസത്തിന് പകരമല്ല. സോഷ്യലിസത്തെ ടാറ്റയും വെള്ളമൊന്നും ഉണ്ടാവില്ല. ടാറ്റയും വെള്ളം കോർപ്പറേറ്റുകളൊന്നും പിന്നെ കാണത്തില്ല, ഓർത്തോണം. അതില്ലാത്തതാണ് സോഷ്യലിസം. അത് ഉടനെ ഒന്നും വരില്ല. പക്ഷെ ഇത് നല്ലതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പാർലമെന്റ്
നഗരസഭകളിൽ ഇതെല്ലാം സ്വാഗതം ചെയ്യാണ്. അങ്ങനെ സ്വാഗതം ചെയ്യുമ്പോൾ ആത്യന്തികമായി സോഷ്യലിസത്തിലേക്ക് ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ജനതയ്ക്ക് പാർലമെന്ററി ഡെമോക്രസിയിലെ സംവിധാനം കൊണ്ട് മാത്രം അവരുടെ ജീവിത പ്രശ്നം പരിഹരിക്കാനാവാത്തതുകൊണ്ട് സമരവും കൂടി ചെയ്യും. ഭരിക്കുമ്പോഴും സമരം ചെയ്യാം, ഭരിക്കാത്തപ്പോഴും സമരം ചെയ്യാം. ആ സമരവും ആശയങ്ങളെ ശക്തിപ്പെടുത്താനും ഗവൺമെന്റുകൾക്ക് തന്നെ കണ്ണു തുറപ്പിക്കാനും വിഷമം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ഉണ്ടാക്കാനും വേണ്ടിയാണ്. അതിനെ നമ്മൾ വളരെ അനുകൂലമായിട്ട് നടക്കണം. അതുകൊണ്ട് ഞാൻ നിൽക്കാൻ തന്നെയാണ്.